അർജുൻ നായങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച കൂട്ടാളികളെ കണ്ടെത്താൻ പോലീസ്. സുഹൃത്ത് പ്രണവും ബന്ധു കുട്ടനെയും കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. അതിനിടെ അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും അർജുൻ നായങ്കിയെ പിടികൂടിയിരിക്കുന്നു. ഇനി അർജുൻ നായങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച കൂട്ടാളികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. നിലവിൽ സുഹൃത്ത് പ്രണവും ബന്ധുവായിട്ടുള്ള കുട്ടനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അർജുൻ നായങ്കി പിടിയിലായ ശേഷം അടുത്ത ഘട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അർജുൻ നായങ്കിയെ ഇത്രയും നാൾ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്ക് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൻ്റെ നീക്കം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രണവാണ്. പ്രണവ് കുറച്ചു കാലങ്ങളായി തന്നെ അർജുൻ നായങ്കിയോടൊപ്പം ഉള്ള പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ്. ഈ പ്രണവാണ് ഈ അർജുൻ നായങ്കിക്ക് പല സഹായങ്ങളും ചെയ്തു നൽകിയത്. ഈ തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തുമ്പോഴെല്ലാം പ്രണവ് ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അതോടൊപ്പം തന്നെ മറ്റ് പൊതുപ്രവർത്തകരെയും എല്ലാം വെല്ലുവിളിക്കുകയും അത്തരത്തിൽ പോസ്റ്റുകൾക്ക് പിന്നിലെല്ലാം ഈ പ്രണവിൻ്റെ പങ്ക് പോലീസ് സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വിവരവും അർജുൻ നായങ്കി പോലീസിന് മുന്നിൽ കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാറ് നൽകുകയും മറ്റ് സഹായങ്ങളെല്ലാം ചെയ്തത് ബന്ധുവായ കുട്ടനാണ്. അങ്ങനെ പ്രണവിനും കുട്ടനും വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. തളിപ്പറമ്പിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു, ഈ 3 പേരും ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നീട് പോലീസ് ആ താവളം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് ഈ 2 പേരും രക്ഷപ്പെടുകയും അർജുൻ നായങ്കി കണ്ണൂർ നഗരഭാഗത്തേക്ക് എത്തിയ അഭിഭാഷകരുടെ സഹായം തേടുകയും അങ്ങനെയാണ് ഈ അർജുൻ നായങ്കി പിടിക്കപ്പെടുന്നത്. എന്തായാലും ഈ 2 പേർക്കുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അർജുൻ നായങ്കിയെ കൂടുതൽ വിവരങ്ങൾ, അർജുൻ നായങ്കിയുടെ സഹായിച്ചവരുടെ കൂടുതൽ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കാപ്പ ചുമത്തുന്നതിനുള്ള തുടർ നടപടികളും പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ട് അടിയന്തരമായി തന്നെ ജില്ലാ പോലീസ് മേധാവി മുഖേന കണ്ണൂർ കളക്ടറിന് കൈമാറും. പിന്നീട് കളക്ടറായിരിക്കും കാപ്പ ചുമത്തുന്നത്. അതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 2012 മുതൽ തന്നെ അർജുൻ നായങ്കിക്കെതിരെ കേസുകളുണ്ട്. നിലവിൽ 23 കേസുകളാണുള്ളത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം 12 കേസുകളുണ്ട്. കൊലപാതക ശ്രമം, അതോടൊപ്പം തന്നെ മറ്റു പല വകുപ്പുകൾ, ഈ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള പല വകുപ്പുകൾ ചുമത്തുന്ന കേസുകളുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ പൊടിതട്ടിയെടുത്ത ശേഷമായിരിക്കും പോലീസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകുക. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാപ്പ ചുമത്തുകയെങ്കിൽ സ്വാഭാവികമായി തന്നെ 6 മാസത്തിലധികം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അർജുൻ നായങ്കി ജയിലിൽ തന്നെയായിരിക്കും ഇനിയുള്ള കാലം. എന്തായാലും പോലീസ് ഒരു അഭിമാന പ്രശ്നമായി തന്നെ ഇതിനെ എടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴും അർജുൻ നായങ്കിയെ കൂടുതൽ ഇനി കസ്റ്റഡിയിൽ, കാരണം എറണാകുളത്തെല്ലാം അർജുൻ നായങ്കിക്കെതിരെ CA ഭീഷണിപ്പെടുത്തിയ, SHOയെ ഭീഷണിപ്പെടുത്തിയ കേസുകളുണ്ട്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് കോടതിയിൽ, കൂത്തുപറമ്പ് കോടതിയിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകും. ആ കസ്റ്റഡി അപേക്ഷ നൽകിയ ശേഷമായിരിക്കും ഈ 2-3 കേസുകളിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുക. അങ്ങനെ പോലീസിൻ്റെ കൃത്യമായി തന്നെ തുടർ നടപടികൾ ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമ്പോഴാണ് ഈ സഹായിച്ചവരിലേക്കും പോലീസ് എത്തുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും അർജുൻ നായങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച കൂട്ടാളികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. സുഹൃത്ത് പ്രണവും ബന്ധു കുട്ടനെയും കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളുമൊക്കെ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് KJ ശ്രീജിത്താണ്.